അങ്ങേയറ്റം സ്റ്റാറുകൾ തൂക്കുന്നുണ്ട് ഇഷ്ടം കൂടി ക്രിസ്മസിന്. അതിന്റെ കൂടെ ഇഡി വന്ന് നമ്മളെ തൂക്കാതിരുന്നത്, പക്ഷെ നമ്മള് ഇഡിനെ തൂക്കും എന്നുള്ള ഒരു പ്രതീക്ഷ കൊണ്ടിട്ടാണ് ജനുവരി 10-ാം തീയതി റിലീസ് ചെയ്തിരുന്ന സിനിമ റീപോണ്ട് ചെയ്ത് നമ്മൾ ഡിസംബർ 20-ാം തീയതി മറ്റ് സിനിമകൾക്കൊപ്പം മത്സരിച്ച് ഒരു റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള നോക്കാന്ന് പറയുന്നത് ഇതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കൊരു ആവശ്യമില്ലാത്ത കാര്യമാണ്. ആക്ച്വലി നമുക്ക് തനിയായിട്ട് റിലീസ് ഉള്ളപ്പോൾ നമ്മളൊരു ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന ഒരു നല്ലൊരു കമ്പനിയാണ്. അപ്പൊ അതുകൊണ്ടിട്ട് നമുക്ക് അങ്ങനെ സിംഗിൾ റിലീസ് കിട്ടുന്ന ഡേറ്റ് നോക്കി റിലീസ് ചെയ്യാനായിട്ട് ഇവൻ പറ്റും. അല്ലെങ്കിൽ മറ്റു സിനിമകൾ ഒപ്പം ഉണ്ടെങ്കിൽ അവരോടൊക്കെ പറഞ്ഞ് നമുക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ റിലീസ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ആഴ്ച ചെയ്യാം, നിങ്ങൾ അടുത്ത ആഴ്ച ചെയ്യുന്നൊക്കെ പറഞ്ഞൊരു കോമ്പറ്റീഷൻ ഒഴിവാക്കിയൊക്കെ ഞങ്ങൾക്ക് സിനിമകൾ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അതൊക്കെ ഒഴിവാക്കി ഡിസംബറിന് തന്നെ ഇങ്ങനത്തെ ഒരു കൊച്ചു സിനിമയെ 20-ാം തീയതി വന്ന് പ്ലേസ് ചെയ്യാം എന്ന് തീരുമാനിച്ചത് ഈ സിനിമയോടുള്ള 100% വിശ്വാസം കൊണ്ടിട്ട് തന്നെയാണ്. നോക്കാം. അപ്പൊ ശ്യാമേട്ടൻ അഭിനയിച്ച സിനിമകളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റ്. അതായത് പ്രേമലു സൂപ്പർ ഹിറ്റ്, അമരനാണെങ്കിൽ പ്രേക്ഷകർ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമ. അപ്പൊ സിനിമകൾക്ക് നമ്മൾ അതുപോലെ എന്താ പറയുക, കണ്ടന്റ് അതിൻ്റെ അകത്ത് ഇല്ലെങ്കിൽ തിയേറ്ററിൽ ഉറങ്ങിപ്പോകും. വെളുപ്പിന് 4 മണിക്കൊക്കെ വെക്കുന്ന ഷോകളിൽ ഭയങ്കരമായിട്ടുള്ള ഉറക്കങ്ങൾ സംഭവിക്കുന്നു. അപ്പൊ അത് വെച്ചിട്ടുള്ള റിസൾട്ടാണ് പിന്നീട് വന്നുകൊണ്ടിട്ടിരിക്കുന്നത്. സോ ഇപ്പം നമ്മളിപ്പോൾ ഈ സിനിമയെ പറ്റി നമ്മളിപ്പോൾ ഇത്രയും ഭയങ്കരമായിട്ടൊക്കെ ഇവൻ പറയുന്നത്, ഞങ്ങൾക്കൊക്കെ പറ്റുന്ന രീതിയിൽ മാക്സിമം പറയാം. ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതിൽ എന്താണ് ഓൺലൈനിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്കൊരു പൂർണ്ണമായ ബോധ്യമുള്ളവരാണ്. കാരണം നമ്മൾ ഈ ഫീൽഡിൽ തന്നെയാണല്ലോ നിൽക്കുന്നത്. സോ സിനിമയ്ക്ക് എന്തെങ്കിലും ഉണ്ട്, ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു കരുത്തുറ്റ സംഭവങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നതിനെയാണ് നമ്മൾ കുറച്ചും കൂടെ ഒരു എക്സ്പോസ് ചെയ്ത് നമ്മൾ പറയാറ്. അപ്പോൾ അല്ലാത്തൊരു കാര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് റിവേഴ്സ് ഗിയറിൽ തിരിച്ചു വരും എന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ട്. സിനിമ ഇനി ഇറങ്ങാനായിട്ടൊരു 3 ദിവസം കൂടെ മാത്രമേ ഉള്ളൂ. ഈ സിനിമ 100% ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇതൊരു മികച്ച നല്ല സിനിമയായിരിക്കും. സക്സസ് എന്ന് പറയുന്ന ഒരു സംഭവം ഏത് രീതിയിൽ എത്രത്തോളം പോയി അതിനെ ടച്ച് ചെയ്യും എന്നുള്ളത് അറിയില്ല. 50 കോടിയാണോ 25 കോടിയാണോ 100 കോടി. പക്ഷെ ഇതൊരു വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമയായിരിക്കും. ഞാൻ നിർമ്മിച്ച അല്ലെങ്കിൽ മാജിക് ഫ്രെയിംസിന്റെ ബാനറിലായിക്കോട്ടെ, വിലാസിനി സിനിമാസിന്റെ ബാനറിലായിക്കോട്ടെ, ഞങ്ങൾക്ക് ഒരു അഭിമാനിക്കാവുന്ന സിനിമ, ഗുഡ് ഫിലിം എന്ന് എല്ലാവരും പറയുന്ന തരത്തിലുള്ള ഒരു സിനിമയായിരിക്കും എന്നാണ് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാണ്. ഇത് സുരാജ് വെഞ്ഞാറമൂട് എന്ന് പറയുന്ന അഭിനേതാവിന്റെ കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമയായിരിക്കും എന്നുള്ളത് ഞാൻ എംബോസിഷൻ എഴുതിയ സ്കൂൾ ടൈമിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, ഇതൊരു വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും നമുക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന നല്ലൊരു പ്രോമിസ് കൂടിയാണ്. ഇവിടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അവിടെ ശ്യാമിനോട് ഒരു ക്വസ്റ്റ്യൻ